സ്വാതന്ത്ര്യം എല്ലാവർക്കും കൃത്യമായി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, വസ്ത്രധാരണത്തിൽ പോലും ജാതിയുടെ അടിസ്ഥാനത്തിൽ നിഷ്കർഷതകൾ പാലിക്കപ്പെട്ടിരുന്ന ഒരു കാലം, വിദ്യാലയങ്ങളിൽ പഠിക്കുവാൻ പ്രവേശിക്കുവാൻ അവസരമില്ലാതിരുന്ന ഒരു കാലം, പൊതുനിരത്തുകളിലും പൊതു മാർക്കറ്റിലും പോലും എല്ലാവർക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അത് ജാതി വിവേചനത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ വേർതിരിവുകളും അല്ലെങ്കിൽ വൈകൃതമായ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ കടന്നു വരുന്നതും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈ വ്യവസ്ഥിതികൾക്കൊക്കെ എതിരായിട്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ വ്യവസ്ഥിതിയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് നിലനിന്നിരുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത, മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേലിക്കെട്ടുകൾ തീർക്കുകയും ആ വേലിക്കെട്ടുകൾക്കുള്ളിൽ മാത്രം നോക്കിക്കാണുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന പരമമായ സത്യം, അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും സമന്മാരാണ്, തുല്യരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം വളരെ ആർജവത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറയുവാനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ തയ്യാറായത് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് അന്ന് മഹാത്മാഗാന്ധി വൈക്കത്ത് വന്ന് അന്ന് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. വലിയ സമരങ്ങൾ നടക്കുന്നു. അന്ന് ഗാന്ധിജി വരുമ്പോൾ ഗാന്ധിജിക്ക് വൈക്കം ക്ഷേത്രത്തിൽ പോയി അവിടെ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നു, വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം വൈക്കം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ഇണ്ടതുരുത്തി മലയിലെ തിരുമേനിമാരുമായിട്ട് മഹാത്മാഗാന്ധി സംസാരിക്കുന്നുണ്ട്. വലിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഭാഷണവും സമാഗമവും ഒക്കെയാണ്. ആ സംഭാഷണത്തിൽ അതിൻ്റെ പ്രത്യേകത നമ്മൾ കാണേണ്ടത്, അത് ഗാന്ധിജിക്ക് മനയ്ക്കകത്ത് പ്രവേശനമില്ല. ഇപ്പം ഗാന്ധിജി ജാതിയിൽ താഴ്ന്ന ആളായതുകൊണ്ട് ഗാന്ധിജിയെ മനയ്ക്കകത്ത് പ്രവേശിപ്പിക്കാൻ അന്നത്തെ തിരുമേനിമാർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണം, കൂടിക്കാഴ്ച മനയ്ക്ക് പുറത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കി അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജി ഈ തിരുമേനിമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ഗുരുദേവന് ഉൾപ്പെടെ ക്ഷേത്രത്തിലും അതിൻ്റെ നടവഴികളിലും ഒന്നും പ്രവേശനമില്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഗാന്ധിജി അന്ന് ഇണ്ടതുരുത്തി മലയിലെ തിരുമേനിയോട് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് എല്ലാവരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചുകൂടാ എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് അത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് ചോദിക്കുമ്പോൾ തിരുമേനിയുടെ മറുപടി അതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. തിരുമേനിയുടെ മറുപടി അത് നീച ജന്മങ്ങളാണ്, അതുകൊണ്ട് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പൊ മനുഷ്യന്റെ ജന്മം തന്നെ ജന്മം കൊണ്ട് മനുഷ്യൻ നീചരാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് ആ പൊതുബോധത്തിൽ ജനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നത്. അപ്പൊ ഗുരുദേവൻ പറയുന്ന ഒരു ജാതി എന്ന് പറയുന്ന ഏത് ജാതിയാണ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യജാതിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാണ്. മനുഷ്യന്റെ ജാതി മനുഷ്യൻ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു ജാതി ഇല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യത്വം ജാതി ഗോത്വം ഗവാമ്യവാം ന ബ്രാഹ്മണാദി രസവ്യം ഹാ തത്വം വേത്തി ഗോപിന്. അതായത് മനുഷ്യനും മനുഷ്യത്വമാണ് ജാതി. പശുവിന് അല്ലെങ്കിൽ ഒരു മൃഗത്തെ നിർവചിക്കുന്ന അല്ലെങ്കിൽ മൃഗത്തെ മൃഗമാക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണോ ഉള്ളത്, അതുപോലെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകങ്ങൾ, അതാണ് മനുഷ്യന്റെ ജാതി. ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊന്നും നമ്മുടെ സമൂഹം തിരിച്ചറിയാതെ പോകുന്നല്ലോ എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ജാതി നിർണയം, ജാതി ലക്ഷണം എന്ന 2 ലേഖനങ്ങളിലെ കൃതികളിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ജാതി എന്ന് ചോദിച്ചാൽ മനുഷ്യജാതിയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു യാത്രാമധ്യേ ഒരു ജാതി പ്രമാണി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് പേര് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട് നാരായണൻ എന്നാണ് പേര്. അപ്പൊ ഈ നാരായണൻ എന്നുള്ള പേര് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഏത് ജാതിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആകാംക്ഷ, ജിജ്ഞാസ അടക്കാൻ വയ്യാതെ അദ്ദേഹം ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഏതാണ് ജാതി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഏതാണ് ജാതി എന്ന് ചോദിച്ചപ്പോൾ ഗുരുവിന്റെ മറുപടി കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നാണ്. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുമെന്നതിന്റെ അർത്ഥം കണ്ടിട്ട് ഇത് മനുഷ്യജാതിയാണ് എന്ന് മനസ്സിലാവാത്ത ആളോട് പിന്നെ ഇത് മനുഷ്യജാതിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്നാണ് ഗുരുജി പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഗുരു പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത്. ഇപ്പൊ മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മതത്തെ 2 തരത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, മതത്തെ കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2, മതത്തെ നമുക്ക് ഒരു മൂല്യമായിട്ട് കാണാൻ സാധിക്കും. മതങ്ങളെയെല്ലാം ഒരു മൂല്യമായിട്ട് കാണുവാനായിട്ടാണ് ഗുരുദേവൻ പരിശ്രമിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ മതത്തിലുമുള്ള
മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാവരും അറിയണമെന്നും എല്ലാവരും അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെന്നും എല്ലാ മതങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു പരമമായ സത്യത്തിലേക്ക് ജനങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നൊക്കെ ഗുരു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അദ്വൈതാശ്രമത്തില് ആലുവയില് സർവമത സമ്മേളനം നടത്തി അതിന് അവിടെ ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ അവിടെ എത്തിച്ചേർന്നു. അവിടെ അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്നും അത് പ്രസക്തമാണ്. നമ്മുടെ മതം ആണ് ശരി, മറ്റു മതങ്ങളൊക്കെ മോശമാണ്, നമ്മുടെ മതമാണ് കൂടുതൽ, നമ്മുടെ വിശ്വാസമാണ് കൂടുതൽ ഔന്നത്യത്തിൽ നിൽക്കുന്നത്, മറ്റ് മതങ്ങൾ വിശ്വാസങ്ങളെയൊക്കെ ഇകഴ്ത്തി കാണിക്കുക, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു രീതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാ മതവും ഒന്നാണെന്നും അല്ലെങ്കിൽ എല്ലാ മതങ്ങളും തുല്യരാണ്, എല്ലാ വ്യക്തികളും മനുഷ്യരും ഒക്കെ തുല്യരാണ് എന്നുള്ള ഒരു സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു സന്ദേശത്തോടു കൂടി അദ്ദേഹം സർവമത സമ്മേളനമൊക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം കാണുന്നത് ആത്യന്തികമായിട്ട് ഇതിനെല്ലാം മുഖ്യമായിട്ടുള്ളത് മനുഷ്യർ തമ്മിലുള്ള തുല്യത അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ പരിഗണന കൊടുത്ത ആളായിരുന്നു ഗുരുദേവൻ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇപ്പം അദ്ദേഹത്തെ കാണുവാൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനുശേഷം മഹാത്മാഗാന്ധി വൈക്കത്ത് വന്ന് അവിടെ തിരുമേനിയെ കണ്ട് വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത് പിന്നീട് അദ്ദേഹം നേരെ പോകുന്നത് ഗുരുവിനെ കാണാനാണ്. ഗുരുവിനെ കാണാനായിട്ട് ശിവഗിരിയിൽ പോയി ഗുരുവുമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സമാഗമം, അതൊക്കെ ചരിത്ര രേഖകളുടെ ഭാഗമാണ്. 100 വർഷം കഴിഞ്ഞിരിക്കുന്നത്. 1925 മഹാത്മാഗാന്ധി ഗുരുവിനെ കാണാനായിട്ട് എത്തിയത്. അപ്പോൾ ഗുരുവിനെ കാണുന്ന ഘട്ടത്തിൽ അദ്ദേഹം, മഹാത്മാഗാന്ധിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം തുടക്ക കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു പരിധി വരെ ഈ ജാതി വ്യവസ്ഥിതിയില് വർണ്ണാശ്രമ ധർമ്മത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം കണ്ടിരുന്നത് ജാതികൾ തമ്മിലുള്ള വിവേചനം പാടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും ജാതി വ്യവസ്ഥിതി ഒരു യാഥാർത്ഥ്യമാണ്, അത് ഒരു പരിധി വരെ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ഘടനയുടെ ഭാഗമാണ് ജാതി വ്യവസ്ഥിതി എന്നായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം കരുതിയിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച അങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിൽ വരുന്നു, പങ്കെടുക്കുന്നു. അതിനുശേഷം ഗുരുവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ സുദീർഘമായ സംഭാഷണമുണ്ട്. ആ സംഭാഷണം നിർബന്ധമായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ പറയുക. അതിന്റെ സംഭാഷണത്തിലെ ഒരു ഭാഗം അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയെ കുറിച്ചുള്ള ഭാഗത്തില് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ടാണ് അവരുടെ ഈ സംഭാഷണം നടക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, നോക്കൂ, ഈ മരത്തിലെ ചില്ലകൾ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ മരത്തിന്റെ ഇലകൾ വ്യത്യസ്തമാണ്, വ്യത്യസ്ത നിറത്തിലുള്ളതാണ്. അങ്ങനെ മരത്തിന്റെ ഇലകൾ വ്യത്യസ്ത നിറത്തിലുള്ളതായിരിക്കുന്നത് പോലെ, ഒരു മരത്തിന്റെ തന്നെ ഇലകൾ വ്യത്യസ്ത നിറങ്ങളിലുള്ളതായിരിക്കുന്നത് പോലെ മനുഷ്യർക്കിടയിലുള്ള ജാതി വ്യവസ്ഥതയും അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തതയും യാഥാർത്ഥ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗുരുവിന്റെ വളരെ കൃത്യമായ മറുപടി ഇതായിരുന്നു: ഇലകളുടെ നിറം വ്യത്യസ്തമാണെങ്കിലും അത് അരച്ച് അതിന്റെ സത്ത് എടുത്താൽ എല്ലാ ഇലകളുടെയും സത്ത് അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ സത്ത് ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയല്ലേ എന്ന് ഗുരു തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏത് നിറത്തിലിരുന്നാലും ഏത് രൂപത്തിലിരുന്നാലും ഇതിന്റെ എല്ലാം ആത്മാവ് ഒന്നാണ്, അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന ഒരു സത്യമാണ് ഗുരു ഗാന്ധിജിയോട് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഗുരുവിന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് പിന്നീട് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ തന്നെ ഈ ജാതി വ്യവസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മാറ്റി എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിനുശേഷം ഗാന്ധിജി പിന്നീട് പൂർണ്ണമായിട്ടും ഈ ജാതി വ്യവസ്ഥിതിയെ തള്ളിപ്പറയുകയും ദ കാസ്റ്റ് മസ്റ്റ് ഗോ, ജാതി ഇല്ലാതാവണം എന്ന് തന്നെ, അല്ലെങ്കിൽ ജാതി തന്നെ സമൂഹത്തിൽ നിന്ന് പോകണം എന്ന നിലയിൽ മഹാത്മാഗാന്ധി പിന്നീട് ലേഖനങ്ങളൊക്കെ എഴുതുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഐക്യോച്ചാടനം മാർഗവുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടം കൂടി അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പൊ അതിലൊക്കെ ഗുരുവിന്റെ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ മഹാത്മാഗാന്ധിയെ പോലും മാറ്റി ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടുള്ള വലിയ ചിന്തകളും സന്ദേശവും ലോകത്തിന് നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തിന് വലിയ ശിഷ്യഗണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പരിശോധിക്കുമ്പോൾ
ശിവലിംഗദാസ സ്വാമികൾ. ഒരുപക്ഷെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സന്യാസ ദീക്ഷ സ്വീകരിച്ച ഒരു ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവലിംഗദാസ സ്വാമികൾ ഒരു നായർ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. ശിവലിംഗദാസ സ്വാമിയാണ് ഗുരുദേവന് ഒരു പേര് കൊടുത്തത് സർവ്വലോകാനുരൂപൻ. സർവ്വലോകാനുരൂപൻ എന്ന പേര് ഗുരുദേവന് കൊടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം കൊടുത്തത് ശിവലിംഗദാസ സ്വാമികളായിരുന്നു. അതിന്റെ അർത്ഥം സർവ്വലോകത്തിനും സകലതിനും സകലരോടും അനുരൂപപ്പെടുന്നവൻ അല്ലെങ്കിൽ യോജിക്കുന്ന ആള് എന്നുള്ളതായിരുന്നു. ഗുരു അങ്ങനെ സകല ലോകത്തിനും സകലരോടും സകലതിനോടും എല്ലാത്തിനോടും യോജിക്കാവുന്ന, എല്ലാവരെയും ഒന്നുപോലെ കണ്ടിരുന്ന ഒരു യോഗ്യവര്യനായിരുന്നു ഗുരുദേവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ സത്യവ്രത സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് അയ്യപ്പൻ പിള്ള എന്നായിരുന്നു. അദ്ദേഹം ഒരു നായർ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. പിന്നെ ഗുരുവിന്റെ ഒരുപക്ഷെ അവസാനത്തെ ശിഷ്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അനന്തതീർത്ഥ സ്വാമികൾ അവരുടെ പൂർവാശ്രമത്തിലെ പേര് അനന്ത ഷേണായി എന്നായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വളരെ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് ഗുരുവിന്റെ ദർശനങ്ങളിൽ ആകർഷനായി ഗുരുവിന്റെ ശിഷ്യനായി മാറുന്നതും അനന്ത തീർത്ഥ സ്വാമികളായി മാറുന്നതും. അതുപോലെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ടാഗോർ ഗുരുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ടാഗോർ ഗുരുവിനെ കണ്ട് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച ആളായിരുന്നു ടാഗോർ. പക്ഷെ ടാഗോർ ഗുരുദേവനെ കണ്ടതിന് ശേഷം അദ്ദേഹം എഴുതിയത്, ഞാൻ ലോകത്ത് എല്ലായിടത്തും സഞ്ചരിച്ച് ഇത്രയും വലിയ ഒരു ആത്മ തേജസ്സിനെ വേറെ എവിടെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ടാഗോർ ഗുരുദേവനെ കുറിച്ച് പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ടാഗോറിനോടൊപ്പം എപ്പോഴും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി CF ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനും ഒരു എഴുത്തുകാരനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവാറുണ്ടായിരുന്നു. ടാഗോറിന്റെ ഒക്കെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ്. ഈ CF ആൻഡ്രൂസ് അത് ഈ ഗുരുദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം റോമൻ റോളണ്ട് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫ്രഞ്ച് എഴുത്തുകാരനുണ്ട്, ചിന്തകനാണ്, നമുക്കെല്ലാം അറിയാം. അപ്പൊ റോമൻ റോളണ്ടിന് ഒരു കത്തെഴുതി. ആ കത്തില് ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അറബിക്കടലിന്റെ ഓരങ്ങളിൽ കഷായ വസ്ത്രധാരിയായി ഞാൻ നമ്മുടെ ക്രിസ്തുദേവനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അറബിക്കടലിന്റെ ഓരങ്ങളിൽ കഷായ വസ്ത്രധാരിയായി ഞാൻ നമ്മുടെ ക്രിസ്തുദേവനെ കണ്ടു എന്നാണ് ഈ CF ആൻഡ്രൂസ് റോമൻ റോളണ്ടിന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഏത് മതമായാലും ഏത് വിശ്വാസമായാലും ആത്യന്തികമായിട്ട് അതിലെല്ലാം പരമപ്രധാനമായിട്ടുള്ളത് മനുഷ്യനും മാനുഷിക മൂല്യങ്ങളുമാണ് എന്ന ഒരു സത്യം ഇത്ര ശക്തമായി ലോകത്തോട് പറഞ്ഞ മറ്റൊരാളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഗുരുദേവൻ നമുക്കറിയാം 1888 നമ്മുടെ അരുവിക്കരയിൽ പ്രതിഷ്ഠ നടത്തുന്നത്. അരുവിക്കരയിൽ അദ്ദേഹം നെയ്യാറിൽ മുങ്ങി ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിക്കുകയാണ്. കല്ലെടുത്ത് അരുവിക്കര പ്രതിഷ്ഠയുടെ പ്രത്യേകത, അരുവിക്കര പ്രതിഷ്ഠയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സമയത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാകുന്നത് 1950 ഗുരുദേവൻ ഈ സന്ദേശം ലോകത്തോട് പറയുന്നത് 1888 എന്ന് വെച്ചാൽ എത്രയോ നമ്മുടെ ഭരണഘടനയിലെ ഡോക്ടർ BR അംബേദ്കറും ഭരണഘടനാ ശില്പികളും ഈ തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാക്കുന്നതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് അരുവിപ്പുറം പ്രതിഷ്ഠയില് അദ്ദേഹം ഈ ആശയങ്ങൾ ലോകത്തോട് പറയുന്നുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം കാണേണ്ടത്, അവസാനം അദ്ദേഹം അവിടെ കല്ല് പ്രതിഷ്ഠിച്ചു. കല്ലിന്റെ പ്രതിഷ്ഠയാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അതിനുശേഷം ഒടുവിൽ അദ്ദേഹം നടത്തുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് കണ്ണാടിയാണ്. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. ഇപ്പൊ കണ്ണാടി പ്രതിഷ്ഠ നടത്തുമ്പോൾ ചേർത്തലയിൽ നടത്തിയ പ്രതിഷ്ഠ കണ്ണാടിയായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? നമ്മൾ അന്വേഷിക്കുന്ന ദൈവിക ചൈതന്യം അല്ലെങ്കിൽ ആ ആത്മീയ ചൈതന്യം അത് നമ്മളിൽ തന്നെയാണ് എന്നുള്ള ബോധം. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണല്ലോ. അപ്പോ പരമമായ സത്യം അല്ലെങ്കിൽ പരമമായ ദൈവിക ചൈതന്യം അത് അന്വേഷിച്ച് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള സത്യമാണ് ഗുരു ലോകത്തോട് പറയുന്നത്. അതുകൊണ്ടാണ് ശബരിമലയിൽ പോകുമ്പോൾ നമുക്കറിയാം, ശബരിമലയിൽ നമ്മൾ 40 ദിവസം വ്രതമെടുത്ത് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് കഷ്ടതകളൊക്കെ താണ്ടി നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്നാണ്, അത് നീയാകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നീ എന്തിനെ അന്വേഷിച്ചാണോ ഇവിടെ വന്നത് അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള സത്യമാണ്. അപ്പോ ഇതെല്ലാം ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ അല്ലെങ്കിൽ ഗുരു വളരെ ലോകത്തോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ, ആ സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ
ഗുരുവിന്റെ സന്ദേശം അത് ഏതെങ്കിലും ഒരു സമുദായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാഖകളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഗുരുവിന്റെ സന്ദേശം നിശ്ചയമായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെയുള്ള എല്ലാ വേർതിരിവുകളും നിലനിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എല്ലാ പോർവിളികളും അക്രമങ്ങളും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിലും ആത്യന്തികമായിട്ട് മനുഷ്യരെല്ലാവരും ഒന്നാണ് എല്ലാ സത്യം ലോകത്തോട് പറയുകയും പറഞ്ഞ ഗുരുദേവനെ അനുസ്മരിക്കുകയും ആ സന്ദേശം കൂടുതൽ ആർജവത്തോടുകൂടി ലോകത്തോട് വീണ്ടും വീണ്ടും പറയുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേണം നമ്മളെല്ലാവരും ഇന്ന് പിരിഞ്ഞു പോകാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജയന്തിയുടെ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.